എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വാതിൽപ്പടി ക്ഷേമ പെൻഷൻ വിതരണം നിലച്ചതോടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റാൻ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടി വരുന്നത് 23.14 ലക്ഷം ഗുണഭോക്താക്കൾക്ക്. പെൻഷൻ വാങ്ങുന്നവർക്ക് നിലവിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് പെൻഷൻ കൈപ്പറ്റാവുന്നതാണ്. പുതിയ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നടപടി പൂർത്തിയാക്കാൻ കഴിയും. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയ അക്കൗണ്ട് എടുക്കേണ്ടി വരും. 2016 ഏപ്രിൽ വരെ ക്ഷേമ പെൻഷനുകളെല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയാണ് നൽകിയിരുന്നത്. പിന്നീടാണ് ബാങ്ക് വഴി പണം വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ അക്കൗണ്ട് എടുക്കുന്നതിനിടെ പരാതി ഉയർന്നു. തുടർന്ന് താല്പര്യമുള്ളവർക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വീട്ടിലെത്തിക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചു. 2016 മുതൽ ഇങ്ങനെയാണ് പെൻഷൻ വിതരണം തുടരുന്നത്. ധനവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 51,10,908 പേരാണ് നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. ഇതിൽ 27,95,912 പേർ ബാങ്ക് വഴിയാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. 28,14,996 പേർ പെൻഷൻ വീട്ടിലാണ് കൈപ്പറ്റുന്നത്. ഇവർ പകുതിയോളം പേർ ഇതിനകം തന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടാകും എന്നാണ് ധനവകുപ്പിന്റെ നിഗമനം. തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ്. കിടപ്പ് രോഗികൾ, ബാങ്കിലെത്താൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ തുടങ്ങിയവരെ പരിഷ്കരണത്തിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ്. മറ്റുള്ളവർക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ സാവകാശം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ വരുന്ന 1-2 മാസങ്ങൾ കൂടി നിലവിലുള്ളതുപോലെ തന്നെയാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. തുടർന്ന് വിശദമായ ഉത്തരവ് ഇറക്കിയതിന് ശേഷമായിരിക്കും പെൻഷൻ വിതരണം പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുക. ഓണത്തിന് മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ സഹകരണ സംഘം ജീവനക്കാരിൽ നിന്നും പാരവെപ്പുണ്ടാകുമോ എന്ന സംശയത്തിലാണ്. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നയുടനെയാണ് പെരുന്നാൾ വന്നത്. ആ സമയത്ത് വ്യാപകമായിട്ടുള്ള പ്രചരണം നടന്നത് പെരുന്നാളിന് പെൻഷനില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നാണ് അത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നടന്നത്. അതിനു മുമ്പ് സർക്കാർ പെൻഷൻ വിതരണം തുടങ്ങി എങ്കിലും സഹകരണ സംഘങ്ങൾ അത് വീട്ടിലെത്തിച്ചിരുന്നില്ല. ഇതേ രീതി ഈ ഓണത്തിനും തുടർന്ന് പെൻഷൻ വിതരണം നേരത്തെ തുടങ്ങിയാലും കയ്യിൽ വിതരണം ഓണം കഴിഞ്ഞിട്ട് പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് സഹകരണ സംഘങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. മലപ്പുറം ജില്ല ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും ഭൂരിഭാഗം സഹകരണ സംഘങ്ങളും പ്രതിപക്ഷ പാർട്ടികളാണ് കൈകാര്യം ചെയ്യുന്നത്. സർക്കാർ പെൻഷൻ വിതരണം ചെയ്തിട്ടും ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് കൃത്യസമയത്ത് എത്തിയില്ല എന്ന പരാതി വി.ഡി. സതീശൻ സർക്കാർ വന്ന 1-ാം മാസത്തിൽ തന്നെ ഉണ്ടായി. 90% സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത് CPM-ഓ അല്ലെങ്കിൽ LDF ഘടകകക്ഷികളോ ആണ്. ഇത്തരമൊരു പാര ഇനി ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് പെൻഷൻ വിതരണം പൂർണ്ണതോതിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സർക്കാർ വന്ന ഉടനെ ഉണ്ടായ ആ അനുഭവം ഇനി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പെൻഷൻ ഓരോ ഉത്സവ സീസണിലും കൃത്യസമയത്ത് നേരത്തെ വിതരണം ചെയ്താൽ അത് അതുപോലെ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന അന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം സർക്കാരിനുണ്ട്. അതേസമയം ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ എതിർപ്പ് ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വയോജനങ്ങൾക്കും എതിർപ്പുണ്ട്. ഇതിൽ കിടപ്പ് രോഗികളെ നിശ്ചയിക്കുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ എന്നു മുതൽ പുതിയ രീതിയിലേക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നത് തീരുമാനമായിട്ടില്ല. തൽക്കാലം പെൻഷൻ വിതരണം നിലവിലത്തെ രീതിയിൽ തന്നെ തുടരാനാണ് തീരുമാനം. ഓണത്തിന് ശേഷം പുതിയ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതാണ്. ഈ മാസത്തെ പെൻഷൻ വിതരണം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഉണ്ടാവാനാണ് സാധ്യത. അതിനു മുമ്പ് അറിയിപ്പ് എത്തും. 25-ാം തീയതി 1-ാം ഓണത്തിന് മുമ്പ് വീടുകളിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ ഓണക്കാലത്ത് പെരുന്നാളിന് ചെയ്തതുപോലെ സഹകരണ ഉദ്യോഗസ്ഥർ സർക്കാരിന് പാരവെക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. വിതരണം ചെയ്ത തുക അനുവദിച്ചാൽ പോലും വീടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണക്കാർ താമസിച്ച് എത്തിച്ചുകൊണ്ട് ഓണത്തിന് പെൻഷൻ എത്തിയില്ല എന്ന വ്യാപകമായി സർക്കാരിനെതിരെ പ്രചരണം നടത്തിയേക്കാനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. ഓണത്തിന് മുമ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, പ്രവാസി പെൻഷൻ എന്നിവയെല്ലാം വിതരണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ